വീണ്ടും വാർത്തകളിലേക്ക്. പൂക്കോട്ടുംപാടം പൊട്ടിക്കൽ അങ്കണവാടിയിലെ കുരുന്നുകൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം കെ വാസുദേവൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പൊട്ടിക്കൽ അങ്കണവാടിയിൽ ക്രിസ്മസ് അപ്പൂപ്പനെ ഒരുക്കിയും ക്രിസ്മസ് ട്രീ തയ്യാറാക്കിയും കേക്ക് മുറിച്ചും പായസം വിതരണം ചെയ്തുമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാലസുബ്രഹ്മണ്യൻ, അംഗനവാടി അധ്യാപിക കെ ബിന്ദു, ഹെൽപ്പർ ഫാത്തിമ, സ്മിത, സുനീറ, നസ്മിയ, ടി കെ കോളനി അംഗനവാടി അധ്യാപിക കെ യു സുശീല എന്നിവർ നേതൃത്വം നൽകി. സുന്നി ബാലസംഘം വർണ്ണജാലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമരമ്പലം സെക്ടറിന് കീഴിൽ ടി കെ കോളനിയിലാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തിനാണ്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ. സ്നേഹം ആയിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരെ സ്നേഹിക്കുക. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളവരെ സ്നേഹിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ അഥവാ മലക്കുകൾ നിങ്ങളെ സ്നേഹിക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടില്ലേ? ഇനി മറക്കുവോ? മൻ ലാ യുർഹം ലാ യുർഹം. ആരെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവന് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നതല്ല എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പഠനം സേവനം എന്ന പ്രമേയത്തിലാണ് വർണ്ണജാലകം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. SMA നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് പി കോമു മൗലവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ടി കെ കോളനിയിൽ നടന്ന ക്യാമ്പിൽ ദിനചര്യ സെഷൻ സദഖത്തുള്ള പൂക്കോട്ടുംപാടം അവതരിപ്പിച്ചു. വിസ്മയം സെഷനിൽ സഞ്ചാരി മൊയ്തു കീഴ്ശ്ശേരിയും പഠനം സേവനം സെഷനിൽ അഷ്റഫ് കൂറ്റമ്പാറയും ക്ലാസ് എടുത്തു. അമീർ മാമ്പറ്റ, അലവിക്കുട്ടി സഖാഫി, അബ്ദുള്ള സഖാഫി, അമാനത്തുള്ള, KT അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിനു ശേഷം ബാലസംഘം പ്രവർത്തകരുടെ റാലിയും സംഘടിപ്പിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉപയോഗം തടയാൻ അധികൃതർ നടപടികൾ ആരംഭിച്ചു. വ്യാജമദ്യ ഉപയോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജമദ്യ ഉപയോഗം മൂലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ഇത് ഉപയോഗിക്കാതിരിക്കുകയും അത്തരം സന്ദേശങ്ങൾ നൽകുന്നതിൽ പങ്കാളികളാവുകയും ചെയ്യണം. വ്യാജമദ്യം ഉപയോഗിക്കുന്നതിലൂടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങുക, അബോധാവസ്ഥയിലാവുക, കൈകാലുകൾക്ക് ശേഷിക്കുറവ്, അവശത എന്നിങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടനെ ഡോക്ടറുടെ ചികിത്സ തേടണം. ഇത്തരം വിവരങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കണം. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യം വേണ്ട മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് സയൻസ് കോളേജ് NSSന്റെ നേതൃത്വത്തിൽ മാമ്പറ്റ മുതൽ തുരുമ്പോട വരെയുള്ള റോഡ് ശ്രമദാനമായി നിർമ്മിച്ചു. പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ നിർവഹിച്ചു. മാമ്പറ്റ മുതൽ പള്ളിക്കുന്ന് കോളനി വഴി തുരുമ്പോടയിലേക്കുള്ള റോഡാണ് വിദ്യാർത്ഥികൾ 7 ദിവസം കൊണ്ട് നിർമ്മിക്കുന്നത്. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 75ഓളം വിദ്യാർത്ഥികളാണ് റോഡിനു വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചത്. പ്രദേശവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് വിദ്യാർത്ഥികളുടെ ശ്രമം ഫലം കാണുന്നത്. ഇതിന്റെ കീഴിൽ വർഷങ്ങളായിട്ട് സമൂഹത്തിന് ഉതകുന്ന അവർക്ക് ഉപയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ വർഷം മാമ്പറ്റയിൽ നിന്ന് തുരുമ്പോടയെ ബന്ധിപ്പിക്കുന്ന പന്നിക്കുന്ന് കോളനി വഴിയുള്ള ഒരു റോഡ് നിർമ്മാണത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. പ്രവൃത്തിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ സൈദലവി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ് മാസ്റ്റർ, GC കാരക്കൽ, അബ്ദുൽ മജീദ്, വാർഡ് മെമ്പർ സാറ വെമ്മുള്ളി, NSS സെക്രട്ടറി അനസ് എന്നിവർ പ്രസംഗിച്ചു. ആഷിഖ്, ത്വാഹിർ, അഹ്സൻ, ഹസീന, മുഹസിന, നിതു, സൽമത്ത് എന്നിവർ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. അമരമ്പലം കൃഷിഭവനിൽ ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04931222 574. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കറവ പശുക്കളുടെ സംരക്ഷണം ആരംഭിക്കുന്നു. ഈ പദ്ധതിയിൽ തിരഞ്ഞെടുത്ത 300 ഗുണഭോക്താക്കൾക്ക് 75 കിലോ കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ ഡിസംബർ മുതൽ 4 മാസത്തേക്ക് വിതരണം ചെയ്യുന്നു. ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷീര കർഷകർ പെർമിറ്റുകൾ മൃഗാശുപത്രിയിൽ നിന്നും കൈപ്പറ്റുന്നതാണെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു. കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 201 രൂപ.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2590 രൂപ, പവന് 20,720 രൂപ, വെള്ളി ഗ്രാമിന് 52 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി. കരുവാരക്കുണ്ട് ഒലിപ്പുഴയുടെ പുറമ്പോക്ക് കയ്യേറി കൃഷി ഇറക്കാൻ നീക്കം. കയ്യേറ്റം നടക്കുന്നത് പുറമ്പോക്കിൽ നിന്നും 22ഓളം തേക്കുമരം മുറിച്ചു മാറ്റിയ സംഭവത്തിൽ വിവാദമായ സ്ഥലത്ത്. ഗൃഹനാഥനടക്കം ഒരു കുടുംബത്തിലെ 4 പേർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അകമ്പാടം ഇടിവണ്ണ വലിയ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയെയും ഭാര്യയെയും 2 മക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോക്കാട് ശാന്തി സദനിലെ അന്തേവാസികൾക്ക് ക്രിസ്തുമസ് ദൂതുമായി പത്രമാധ്യമ പ്രവർത്തകർ എത്തി. നിലമ്പൂർ പ്രസ് ഫോറം സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷം ശാന്തിയും സമാധാനവും നിറച്ചു. കരുവാരക്കുണ്ട് മാമ്പറ്റ തുരുമ്പോട റോഡ് ഗതാഗത യോഗ്യമാക്കി. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് സയൻസ് കോളേജ് NSS യൂണിറ്റാണ് ശ്രമദാനമായി റോഡ് പ്രവൃത്തി നടത്തിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.